പിതാവായ ദൈവമേ, ഞങ്ങളെവിടുത്തെ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങളെവിടുത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെവിടത്തോട് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് സശ്രദ്ധം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ വ്യക്തികളെയും നിൻ്റെ തൃപ്പാദത്തിലേക്ക് സമ്പൂർണമായി ഞാൻ കാഴ്ചവെക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വചനം ശ്രവിക്കാൻ തക്കവണ്ണത്തിൽ ഹൃദയത്തെ സജ്ജമാക്കി കൊടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് പരിചിന്തനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വചനം 115 സങ്കീർത്തനം 10-11 തിരുവാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയവുമാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിൽ ആശ്രയിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ സഹായവും പരിചയവുമാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ആരാണ് കർത്താവിൻ്റെ ഭക്തന്മാർ? ആരെയാണ് കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കുന്നത്? വിഷയത്തിലേക്ക് കടക്കുകയാണ്. കർത്താവിൻ്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ അവിടുത്തെ അനുസരിക്കുന്നവരാണ്. അനുസരിച്ച് ഭക്തിയുടെ മേഖലയ്ക്ക് കടന്നു വരികയാണ്. അബ്രഹാം അനുസരണത്തിൻ്റെ മാതൃകയാണ്. ദൈവമായ കർത്താവ് പറഞ്ഞു: അബ്രാഹമേ, നീ നിന്റെ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും വിട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് വരിക. അവിടെ വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. അനുസരണത്തിലൂടെ ദൈവത്തിൻ്റെ മഹനീയമായ പാതയിലേക്ക് കടന്നു വന്നവനാണ് അബ്രഹാം. പരിശുദ്ധ കന്യാമറിയം നസറത്തിലെ കൊച്ചു വീട്ടിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് കരങ്ങൾ കുപ്പി പറഞ്ഞു: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതത്തോട് പൂർണ്ണമായി അനുരൂപപ്പെടുന്നു. അനുസരിക്കുക അതൊരു സുഹൃതമാണ്. മാതാപിതാക്കന്മാർ മക്കളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുമെങ്കിൽ അനുസരണത്തിന് സന്മാതൃകളായി മാറും. മാതാപിതാക്കൾക്ക് മക്കളെ അനുസരിക്കണം. അധ്യാപകരെ വിദ്യാർത്ഥികൾ അനുസരിക്കണം. അധികാരികൾക്ക് അധീനർ വിധേയപ്പെടണം. എവിടെയൊക്കെ അനുസരണമുണ്ടോ അവിടെയാണ് ഈ അനുഗ്രഹം ഉണ്ടായിത്തീരുന്നത്. അനുസരണം സമം അനുഗ്രഹം. ആരൊക്കെ അനുസരിച്ചിട്ടുണ്ടോ അവരൊക്കെയാണ് സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും രാഷ്ട്രത്തിലുമൊക്കെ അനുഗ്രഹീതരായി തീർന്നിട്ടുള്ളത്. കർത്താവിൻ്റെ ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ അനുസരണം ജീവിതമാക്കിയവരാണ്. 2, യേശുവിനെ അനുകരിക്കുന്നവരാണ് അവിടുത്തെ ഭക്തന്മാർ എന്ന് പറയുന്നത്. യേശു പറഞ്ഞില്ലേ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പരിത്യജിച്ച് ദിവസേന തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കർത്താവിനെ അനുകരിക്കാൻ വിസ്തൃതമായ മാർഗങ്ങൾ വിട്ട് ഇടുങ്ങിയ വഴിയുടെ കടന്നു വരുവാൻ, അനുദിനമുണ്ടാകുന്ന കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം.
കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നാണ് അർത്ഥം. കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുക എന്നാണ് അർത്ഥം. അതാണ് യേശു പറഞ്ഞത്, എന്നെ അനുകരിക്കുക, എൻ്റെ പിന്നാലെ വരിക, കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക. യേശുവിനെ അനുകരിക്കുന്നവരാണ് യേശുവിൻ്റെ ഭക്തന്മാർ എന്ന് പറയുന്നത്. വീണ്ടും യേശുവിനെ അനുഭവിക്കുന്നവരാണ് അവിടുത്തെ ഭക്തന്മാർ. എനിക്കൊരു യേശു അനുഭവം ഉണ്ടാകണം. എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച ഒരു അനുഭവം എൻ്റെ മനസ്സിൽ നിലനിൽക്കുമെങ്കിൽ ഒരിക്കലും ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്ക് സാധിക്കുകയില്ല. പലപ്പോഴും ദൈവം ആരാണ്, ഞാൻ ആരാണെന്നറിയാതെ അന്ധകാരത്തിലും പാപത്തിൻ്റെ ചുഴിയിലും അകപ്പെട്ടു പോവുകയാണ്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, നിനക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണോ അതോ ലോകത്തിൻ്റെ സൗഹൃദം വേണോ? ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ കഴിയാൻ നീ ആഗ്രഹിക്കുന്നുവോ അതോ ലോകത്തിൻ്റെ സൗഹൃദത്തിൽ പോകണോ? എത്രയോ യുവതികൾ, എത്രയോ യുവാക്കന്മാർ, എത്രയോ ദമ്പതികൾ ഈ ദൈവത്തിൻ്റെ സംരക്ഷണം വിട്ട്, ദൈവാനുഭവം വിട്ടുകൊണ്ട് വെറും ജഡികമായ മേഖലകളിലേക്ക്, മദ്യലഹരികളിലേക്ക്, ജീവിത സുഖഭോഗങ്ങളിലേക്ക് പോയി ജീവിതം നശിപ്പിച്ച് കളയുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അനുസരിച്ച്, യേശുവിനെ അനുകരിച്ച്, യേശുവിനെ അനുഭവിച്ച്, യേശുവിന് സാക്ഷ്യം നൽകുന്നവരാണ് യേശുവിൻ്റെ ഭക്തന്മാർ എന്ന് പറയുന്നത്. സാക്ഷ്യം നൽകുവാനായിട്ട് എൻ്റെ വാക്കുകൊണ്ടല്ല, എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാൻ കഴിയണം. അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഭക്തരായി മാറുന്നത്. റോമർ 2:7 നാം വായിക്കുന്നു, സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന്, നമ്മൾ ശ്രദ്ധിക്കണം, സ്ഥിരതയോടെ നിന്ന്. സ്ഥിരത അതൊരു പുണ്യമാണ്, ഒരു സുഹൃതമാണ്. കുറച്ചു കാലത്തേക്ക് നന്നായി ജീവിക്കാൻ ആർക്കും സാധിക്കും. എല്ലായ്പ്പോഴും സ്ഥിരതയോടെ ജീവിക്കണമെങ്കിൽ, എല്ലായ്പ്പോഴും സ്നേഹത്തോടെ സംസാരിക്കണമെങ്കിൽ, എല്ലായ്പ്പോഴും എല്ലാവർക്കും സംലഭ്യമായി തീരണമെങ്കിൽ സ്ഥിരത എന്ന് പറയുന്ന പുണ്യം നമ്മൾ കരസ്ഥമാക്കി തീർക്കണം. സമയത്തിനും കാലത്തിനും അനുസരിച്ച് ആടി ഉലയുന്ന ഉതളങ്ങ പോലെയായിത്തീരരുത് മനുഷ്യ ജീവിതം. സ്റ്റേണായിട്ട് നിൽക്കാൻ, സ്ഥിരതയോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിച്ച്, യേശുവിനെ അനുകരിച്ച്, യേശുവിനെ അനുഭവിച്ച് സാക്ഷ്യം നൽകുന്ന ഒരു ജീവിതമായി തീരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്കർമ്മങ്ങൾ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യും. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിനെക്കുറിച്ച്, യേശുവിനെ അറിയുക എന്നുള്ളതാണ്. അറിഞ്ഞ യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. അനുഗമിക്കുന്ന യേശുവിന് സാക്ഷ്യം നൽകുക എന്നുള്ളതാണ്. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, അനുഭവങ്ങളെ അറിവുകളാക്കി മാറ്റുക, അറിവുകളെ പാഠപുസ്തകങ്ങളാക്കി മാറ്റുക, പാഠപുസ്തകങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നിന്റെ ജീവിതം ശോഭനമാക്കി തീർക്കണം. അനുഭവങ്ങളെ അറിവുകളാക്കി നമ്മൾ മാറ്റാൻ പഠിക്കണം. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, സ്വന്തം സഹോദരി ചിതയിൽ ചാടി മരിക്കേണ്ടി വന്നത് നോക്കി നിൽക്കേണ്ടി വന്ന വേദനാജനകമായ അനുഭവമാണ് രാജൻ റാം മോഹൻ റായിയെ സതി സമ്പ്രദായത്തിൽ നിന്ന് അതിന് വിരാമമിടാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. തലയിൽ ആപ്പിൾ വീണതിൻ്റെ വേദനാജനകമായ അനുഭവമാണ്
ഭൂഗുരുത്വ ആകർഷണം പഠനങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഐസക് ന്യൂട്ടനെ നിർബന്ധിച്ചത്. വഴിയോരത്ത് ചപ്പക്കുഴിയിൽ വേസ്റ്റ് ബോക്സിൽ കിടക്കുന്ന ചോര കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് മദർ തെരേസയെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാനിതൊക്കെ പറഞ്ഞത് ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയിൽ സ്നേഹത്തോടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ ദൈവം വിളിക്കുകയാണ്. സഭയെ പടുത്തുയർത്താനായിട്ട്, ആത്മാക്കളെ രക്ഷിക്കാനായിട്ട്, നിന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നെ വിളിക്കുന്ന സ്വരം നിന്റെ അന്തരാത്മാവിൽ നീ ശ്രവിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നെ വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിശ്വാസം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ നിന്നെ വിളിക്കുകയാണ്. തിന്മയുടെ ആധിപത്യം കുടികുത്തി വാഴുന്ന രാഷ്ട്രങ്ങൾക്ക് വേണ്ടി കരം വിരിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ ഈശോ നിന്നെ വിളിക്കുകയാണ്. നീ ഇന്ന് ഉത്തരം കൊടുക്കണം. ഈ കടന്നു പോകുന്ന ഏതാനും സമയത്തിനുള്ളിൽ ഈശോ നീ ഇരിക്കുന്ന സ്ഥലത്ത്, വചനം ശ്രവിക്കുന്ന സ്ഥലത്ത് വന്ന് ചോദിക്കുന്നു, നിന്റെ സമയം എനിക്ക് തരാമോ? നിന്റെ ആരോഗ്യം എനിക്ക് തരാമോ? നിന്റെ കഴിവ് എനിക്ക് തരാമോ? ലോകം മുഴുവനും യേശുവിനെ പ്രഘോഷിക്കാനായിട്ട് ഈശോ നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് ചോദിക്കുകയാണ്. ലോകം മുഴുവനും ക്രിസ്തുവിനെ അറിയപ്പെടാനാ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് ചോദിക്കുന്നു, കർത്താവിൻ്റെ ഒരു ഭക്തർക്ക് മാത്രമേ, യേശുവിൻ്റെ ഒരു ഭക്തർക്ക് മാത്രമേ ദൈവിക വേലകളിൽ വ്യാപൃതമായി തീരാൻ സാധിക്കുക. വിശുദ്ധനായിരിക്കുന്ന കുര്യാക്കോസ് ഏലിയാസച്ചൻ പറയുന്നു, നിങ്ങൾ യേശുവിനെ നോക്കി ഇരിപ്പിൻ, നിങ്ങൾ യേശുവിൻ്റെ കൂടെ നടപ്പിൻ, നിങ്ങൾ യേശുവിൻ്റെ കൂടെ പാർപ്പിൻ. യേശുവിനെ നോക്കി ഇരിപ്പിൻ, നിങ്ങൾ യേശുവിൻ്റെ കൂടെ നടപ്പിൻ, നിങ്ങൾ യേശുവിൻ്റെ കൂടെ പാർപ്പിൻ. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആളൊഴിഞ്ഞ ഒരു ദൈവാലയത്തിൻ്റെ സക്രാരിയിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ആകർഷണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വേണ്ടെന്ന് വെച്ച് യേശുവിൻ്റെ ആകർഷണത്തിൽ പെട്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെ പാർക്കുവാനായിട്ട് അന്യ സ്ഥലത്ത് 1000 ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം മതിയെന്ന്. അന്യ സ്ഥലത്ത് 1000 ദിനത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒറ്റ ദിവസം മതിയെന്ന്. അപ്രകാരം ജീവിക്കുന്ന ജീവിതമാണ് ഭക്തിയുള്ള ജീവിതം, കർത്താവിൻ്റെ ഭക്തന്മാരായി ജീവിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ചോ നാശത്തെക്കുറിച്ച് നീ വേദനിക്കേണ്ട. ഭാവിയുടെ അരക്ഷിത അവസ്ഥയെക്കുറിച്ച് നീ ക്ലേശിക്കേണ്ട. രോഗപീഠകളെ ഓർത്ത്, ഭക്ഷ്യക്ഷാമങ്ങളെ ഓർത്ത് ആരും ഇനി ആകുലരായി തീരേണ്ട. യേശു കർത്താവ് പറയുന്നു, യേശു കർത്താവ് അറിയിച്ച ഏറ്റവും വലിയ സദ്വാർത്തയാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ലോക അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. 40 സംവത്സരക്കാലം മരുഭൂമിയിൽ നടന്നിട്ട് ഇസ്രായേൽ ജനതയോട് ദൈവമായ കർത്താവ് ചോദിക്കുകയാണ്, 40 സംവത്സരം നടന്നിട്ട് നിന്റെ ചെരുപ്പുകൾ തേഞ്ഞു പോയില്ലല്ലോ, നിന്റെ വസ്ത്രങ്ങൾക്ക് പഴക്കമുണ്ടായില്ലല്ലോ. നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്, നിന്റെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്.
കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്ന്. ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം വചന കൂടാരത്തിൽ സാക്ഷ്യം പറഞ്ഞ ബേബി ജോയ് ദമ്പതികളെ ഞാൻ ഓർക്കുന്നു. ഒത്തിരിയേറെ മാനസിക വ്യഥകളുമായിട്ടാണ് വന്നത്. ശരീരം മുഴുവൻ വേദനിച്ച് ആ വേദനയുടെ ഫലമായി ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലങ്സിൽ ഒരു മുഴ വളരുന്നു. MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ അത് ക്യാൻസറസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഓപ്ഷൻ ഇതാണ്, ഏറ്റവും വേഗത്തിൽ ഓപ്പറേഷൻ. ഈ ഭാരവുമായിട്ടാണ് ജെറുസലേം വചന കൂടാരത്തിൽ വന്നത്. അവർ പറയുന്നു, ഞങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നു. ഞങ്ങൾക്കിതിന് പോകാൻ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി സുസ്ഥിതിയില്ല, മാനസികമായി ഒരുങ്ങിയിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചകളിലും അതിരാവിലെ ഇവിടെ നടക്കുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്. സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുവാൻ അവർക്ക് ആഹ്വാനം നൽകി. അതിരാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ബേബിയും ജോയിയും വന്ന് നിൽക്കുകയാണ്. ജപമാലയോടെ ആരംഭിക്കുന്ന പ്രാർത്ഥന, അനേക മക്കളുടെ കണ്ണുനീര് വീഴുന്ന പ്രാർത്ഥന. 1-ാം ആഴ്ച കഴിഞ്ഞു, 2-ാം ആഴ്ച കഴിഞ്ഞു, 3-ാമത്തെ ആഴ്ച പോകുന്ന സമയത്ത് ഒരു കൊച്ചു പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുത്തു. ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ, എന്നിലും എൻ്റെ രോഗപീഡയിലും ഒന്ന് നിറയണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ രോഗബാധിതമായ ശരീരാവയവങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമേ, പൂർണ്ണമായും സുഖപ്പെടുത്തണമേ. എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ചൊല്ലുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ ആഴ്ച കഴിഞ്ഞ് പോകുന്ന സമയത്ത് പരിശുദ്ധാത്മ പ്രേരിതമായി 2 മിഠായി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വസിക്കുക, യേശു നിൻ്റെ ഹൃദയത്തിലേക്കും നിൻ്റെ രോഗപീഠയിലേക്കും കടന്നു വരികയാണ്. അവർ മാതാവിൻ്റെ സന്നിധാനത്തെ വന്ന് ആ മധുരം കഴിച്ച് 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു. അതിൻ്റെ റിപ്പോർട്ടുമായിട്ട് അന്ന് രാത്രിയിൽ ജെറുസലേം വചന കൂടാരത്തിൽ വരുന്ന ബേബിയെയും ജോയിയെയും ഞാൻ ഓർക്കുകയാണ്. ജോയി കണ്ണീരുകൊണ്ട് ലാഭമായിട്ട് വരുന്നു. ചോദിച്ചു, എന്താ വിശേഷം എന്ന്. ഫാദറെ, സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, എൻ്റെ ലങ്സിൻ്റെ അകത്തെ മുഴ കാണാനില്ല, ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും എൻ്റെ ശരീരത്തിലില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. ഓരോ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ, അത് വിസ്മയങ്ങളല്ല പ്രിയപ്പെട്ടവരെ. പിന്നെയോ പിശാചിന്റെ സാമ്രാജ്യം തകർന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പിശാചിന് സ്ഥാനമില്ല. ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ് ഓരോ ധ്യാന മന്ദിരം നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെന്ന് നീ മനസ്സിലാക്കണം. വചനം നമ്മോട് പറയുന്നു, യെശയ്യാ 58:9 നാം വായിക്കുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മറുപടി നൽകും. ഉത്തരം നൽകുന്ന, മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാണ് നീ വിളിച്ചപേക്ഷിക്കേണ്ടത്. ആ ദൈവത്തിന് വേണ്ടി സമയം, ആ ദൈവത്തിന് വേണ്ടി ആരോഗ്യം, ആ ദൈവത്തിന് വേണ്ടി നിന്നെ സർവ്വം സമർപ്പിച്ചാൽ നിന്റെ നിലവിളി കേൾക്കുന്ന, നിനക്ക് ഉത്തരം നൽകുന്ന കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന പക്കലേക്ക് കർത്താവ് വരുന്നുണ്ട്. യേശു ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? നിന്റെ കൈവശം എന്തുണ്ട്? നിന്റെ കൈവശം എന്തുണ്ട്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഒരുപക്ഷെ രോഗമായിരിക്കാം, സാമ്പത്തികമായ കെണികളായിരിക്കാം, പ്രലോഭനങ്ങളായിരിക്കാം, കണ്ണുനീരായിരിക്കാം, ജീവിതത്തിൽ പ്രതിസന്ധി ആയിരിക്കാം.
ആത്മഹത്യയുടെ വക്കീലായിരിക്കാം എത്തിയിരിക്കുന്നത്. യേശു ചോദിക്കുന്നു, നിന്റെ കൈവശം എന്തുണ്ട്? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണം? ഇന്ന് ഈ ശുശ്രൂഷ തീരുന്നതിനേക്കാൾ മുൻപായിട്ട് നീ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ കൈവശം എൻ്റെ പാപങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ സങ്കടങ്ങളുണ്ട്. അവ ഇതാ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ വചനത്തിൽ പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം കേട്ട് ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തന്നാൽ അവൻ്റെ ഉള്ളിൽ കടന്ന് അവനോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് കർത്താവായ ദൈവം. ആ ദൈവമാണ് ചോദിക്കുന്നത്, മോനെ, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു മാസം മുമ്പ് ജെറുസലേം വചന കൂടാരത്തിലേക്ക് ഒരു അപ്പനും അമ്മയും തൻ്റെ പ്രിയപ്പെട്ട മകൾ ബെനിറ്റ എന്ന് പറയുന്ന മകളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. സംസാരശക്തിയില്ല, ഊമയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാണാൻ നല്ല അഴക്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ കുഞ്ഞിനെ കണ്ടപ്പോൾ. ബെനിറ്റ നല്ല സ്മാർട്ടാണ്, നല്ല മിടുക്കിയാണ്, സുന്ദരിയാണ്. അപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് സംസാരശക്തിയില്ല എന്ന്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. ഒരു കുഞ്ഞിൻ്റെ അമ്മയുടെ പ്രാർത്ഥന, അപ്പൻ്റെ പ്രാർത്ഥന കുഞ്ഞിൻ്റെ പ്രാർത്ഥന പോലെ സ്വീകരിക്കും. അതുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി കരഞ്ഞ് അപ്പനോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ശുശ്രൂഷയിൽ 1, 2, 3, 4, 5 അഞ്ചാമത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷ നടക്കുകയാണ്. ആ സമയത്ത് പ്രഭാതത്തിലെ പ്രാർത്ഥനാ വേളയിൽ അവർ വന്ന് സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ മോള് സംസാരിക്കുന്നുണ്ട് അച്ചോ. അപ്പോൾ എനിക്ക് കൊതിയായി വരാൻ പറഞ്ഞു. അവൾ വന്ന് പറഞ്ഞ ആദ്യത്തെ വാക്യം, ഞാൻ എപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ നടത്തുമ്പോൾ അനുഗ്രഹിച്ച് ആശുവെച്ച് തീർത്ഥജലം വയ്ക്കാറുണ്ട്. വന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അച്ഛാ കുറച്ച് വെള്ളം തരുമോ? ഞാനവിടെ കരഞ്ഞു പോയി, പ്രിയപ്പെട്ടവരെ. അച്ഛാ കുറച്ച് വെള്ളം തരുമോ? ആ കുഞ്ഞിൻ്റെ നാവിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ മോളെ ഈശോ. അവൾ പറഞ്ഞു ഈശോ. മാതാവ് പറഞ്ഞ് മാതാവ്. അപ്പൻ്റെ പേരെന്താ? ജോൺസൺ. അച്ഛൻ്റെ പേരെന്താ? പട്ടത്തച്ഛൻ. ഇതാര് പറഞ്ഞു കൊടുത്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് അൾത്താരയെ കയറി സാക്ഷ്യം നൽകിയപ്പോൾ ജനം മുഴുവൻ കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഞാൻ ഓർത്തു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, ക്രിസ്തുവിനെ നീ അറിയുക, ക്രിസ്തുവിനെ അറിയിക്കുക, യേശുവിൽ നീ വളരുക, യേശുവിനെ വളർത്തുക. നിനക്ക് സാധിക്കുന്ന എല്ലാ നന്മകളും ചെയ്തുകൊണ്ട് യേശുവിനെ അറിയുക, അറിയിക്കുക, യേശുവിനെ വളരുക, യേശുവിനെ വളർത്തുക. നിനക്ക് കഴിയുന്ന എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് യേശുവിൽ നീ വളരുക. നിനക്ക് സാധിക്കുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് യേശുവിനെ അറിയിക്കുക. നിനക്ക് സാധിക്കുന്ന എല്ലാ സ്ഥലത്തും, നിനക്ക് സാധിക്കുന്ന എല്ലാ സമയത്തും, നിനക്ക് സാധിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഇടയിലും യേശുവിനെ അറിയിക്കുക, യേശുവിനെ വളർത്തുക. നീ യേശുവിൻ്റെ സാക്ഷിയായി തീരുക. പ്രിയപ്പെട്ടവരെ, ഒരു ഓട്ടക്കാരന് ലക്ഷ്യമുണ്ട് ഒന്നാമനായി തീരുവാനായിട്ട്. ഒരു ഫുട്ബോൾ താരത്തിന് ലക്ഷ്യമുണ്ട് ഗോൾ അടിക്കാനായിട്ട്. ഒരു ശാസ്ത്രജ്ഞന് ലക്ഷ്യമുണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഒരു ക്രിസ്ത്യാനിയായ സഹോദര, നിനക്ക് ലക്ഷ്യം വേണം നിത്യതയിൽ യേശുവിനോടൊത്ത് വാഴുവാനായിട്ട്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ അത് നമ്മുടെ ലക്ഷ്യമായി തീരട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കർത്താവായ ഈശോയെ, നിന്നിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനായി, ഒരു ഭക്തയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ രോഗങ്ങളിലും എൻ്റെ സങ്കടങ്ങളിലും എന്നെക്കുറിച്ച് ഓർക്കുന്ന നല്ല ദൈവമേ, എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെയും ഞങ്ങളുടെ എല്ലാ മേഖലകളെയും അങ്ങേ കരങ്ങൾക്ക് സമർപ്പണം ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, കന്യാമാതാവേ, സകല മോക്ഷവാസികളെ ഈ ശുശ്രൂഷ സംബന്ധിച്ച ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ.